അപ്പം ഇന്നത്തെ കാഴ്ചകൾ എന്തൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പഠിക്കാണ്ട് റെയിൽവേ എക്സാം എഴുതാൻ വേണ്ടി കോയമ്പത്തൂർ പോണ കാഴ്ചയാണ് ഈ കാണുന്നത്. രാവിലെ നേരത്തെ പോയതുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. റെയിൽവേ സ്റ്റേഷനിൽ ഒരു കുട്ടിനെയും കാണാനില്ല. ധാരണമായൊരു സിനിമ ഏതെങ്കിലും ഒരു നല്ല കുട്ടി എന്റെ ഓപ്പോസിറ്റ് വന്നിരിക്കുമ്പോൾ ഞാൻ ആയിരിക്കും. എന്റെ പ്രതീക്ഷകളൊക്കെ തെറ്റിച്ചുകൊണ്ട് 50-60 അടിയിൽ പ്രായമുള്ള 2 വയസ്സായ അങ്കിൾസ് ആണ് എന്റെ അടുത്ത് വന്നിരുന്നത്. തുടക്കം തന്നെ മൂഞ്ചിലാണല്ലോ നാഥാന്ന് പറഞ്ഞുകൊണ്ട് ട്രെയിൻ യാത്ര അങ്ങോട്ട് ആരംഭിച്ചു. ഈ വെളിയിൽ നോക്കിയിരിക്കുന്നത് വേറൊന്നുമല്ല, അങ്കിൾസിന്റെ സംസാരം കേൾക്കാൻ വയ്യുണ്ട്. കുറച്ച് പ്രകൃതി ഭംഗി ആസ്വദിക്കാന്ന് പറഞ്ഞിട്ട് വെളിയിൽ തലയിട്ടിരിക്കും. പാലക്കാട് ടു കോയമ്പത്തൂർ റോഡ് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ആയതുകൊണ്ട് അതും ആസ്വദിച്ചുകൊണ്ട് ഞാൻ അങ്ങോട്ട് മിണ്ടാണ്ടിരുന്നു. അങ്ങനെ അവസാനം കോയമ്പത്തൂർ എത്തിയതും ഒരു ബസ്സും പിടിച്ച് നേരെ ഞാൻ അങ്ങോട്ട് കോളേജിലോട്ട് പോയി. കോളേജ് എത്തിയപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. തൊഴിലില്ലാത്ത ആളുകളുടെ എണ്ണം ഓരോ വർഷം കഴിയുമ്പോഴും കൂടി വരുമെന്ന് മനസ്സിലായി. കോളേജിനുള്ളിൽ മൊബൈൽ യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് പിന്നീട് എക്സാം കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. അങ്ങനെ എക്സാം കഴിഞ്ഞ് കുറച്ച് നേരം കോയമ്പത്തൂരൊക്കെ ചുറ്റിക്കറങ്ങിയിട്ട് ഞാൻ നേരെ പോയത് ഒരു ബിരിയാണി കഴിക്കാനാണ്. 120 രൂപ ബിരിയാണി ഇല്ല. ഇക്കം വന്നിട്ട് എന്റെ വിരലിലത്രേ ഉള്ളൂ. തമിഴ്നാട്ടിൽ ഇങ്ങനെ ചെയ്യാൻ വഴിയില്ലല്ലോ എന്ന് ആലോചിച്ചപ്പോഴാണ് ഞാൻ അവരുടെ വീട് ചോദിച്ചത്. അപ്പോഴാണ് അവർ പറഞ്ഞത് ഞങ്ങൾ മലയാളികളാണ്. എനിക്ക് അപ്പോഴേ തോന്നി മലയാളികളില്ലാണ്ട് ഇങ്ങനെ നാളെ പരിപാടി വേറാരും ചെയ്യില്ലെന്ന്. ചിക്കൻ കിട്ടാത്ത വിഷമത്തിൽ ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, നേരെ വീട്ടിലോട്ട് പോകുമെന്ന് വിചാരിച്ചു. റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് ഒരു കൂട്ടം മുത്തശ്ശിമാർ ഇരുന്ന് സംസാരിക്കണുണ്ട്. അതിലൊരു മുത്തശ്ശിനെ കാണാൻ എന്റെ അമ്മയുടെ അമ്മനെ കൂട്ടുണ്ടായിരുന്നു. കുറച്ചു നേരം അവരുടെ സംസാരമൊക്കെ കേട്ടിരുന്നിട്ട് നേരെ ട്രെയിനിങ് കയറി ഞാൻ വീട്ടിലോട്ട് പോയി. അപ്പൊ നല്ലൊരു കഴിച്ചിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.